മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നിവിടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ചില ആഭിചാര കർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശത്രുപരമായിരിക്കുന്ന ആൾക്കാർ, പലതരത്തിലുള്ള ശത്രുക്കൾ നമുക്കുണ്ടാകാം നമ്മുടെ ജീവിതത്തെങ്കിലും. അത് ബന്ധുമിത്രാദികളിൽ നിന്നാകാം, സുഹൃത്തുക്കളിൽ നിന്നാകാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നമ്മളോട് ശത്രുത വെച്ച് പുലർത്തും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഉയർച്ചയിൽ അസൂയ ഉള്ളവർ കാണാം. സാമ്പത്തികപരമായി നമ്മൾ ഉന്നതിയിലാണ് നിൽക്കുന്നതെങ്കിൽ കണ്ണുകടി അതുപോലുള്ള കാര്യങ്ങൾ കാണാം. നാവേറ് ദോഷം, നമ്മളെക്കുറിച്ച് കുറ്റം പറയുക, അങ്ങനെയുള്ള ദോഷങ്ങൾ, അതൊക്കെ ആഭിചാര കർമ്മത്തിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഗുണകരമാകും. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഭിചാര ക്രിയ ഏറ്റിട്ടുള്ള ഭവനങ്ങളിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നിമിത്തങ്ങൾ. അതിലൊന്നാമത്തതാണ് നമ്മളുടെ വാതിൽപ്പടിയിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ കാക്കകളകത്തേക്ക് പ്രവേശിക്കുക, പലതവണ പ്രവേശിക്കുക, മാംസാദികൾ കൊത്തിക്കൊണ്ടുവന്ന് വാതിക്കലിടുക. അതുമല്ല എങ്കിൽ ഉറുമ്പുകൾ ഒരേ സ്ഥലത്ത് തന്നെ കാണപ്പെടുക. ഉറുമ്പുകളുടെ യാത്ര, അകത്ത് നിന്ന് പുറത്തേക്ക് പോകുക കൂട്ടമായിട്ട്. യാത്രാമധ്യത്തെങ്കിൽ പാമ്പ് ഇഴഞ്ഞു പോകുക. ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി എന്തിനെങ്കിലും ജീവിയെ കൊത്തി വലിക്കുന്നതായിട്ട് കാണുക. ഇതൊക്കെ ആഭിചാരമേറ്റിട്ടുള്ള വീടുകളിലും വ്യക്തികളിലും കാണുന്ന ഒരു നിമിത്തങ്ങളാണ്. അങ്ങനെ നമ്മൾ കാണാനിടയായിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കുക, എന്തോ ദുരിതം നമുക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ്. നാം ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങളായിരിക്കുന്നത് ഈ ദുരിതത്തെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നോ ഭൂമി സംബന്ധമായിട്ടൊന്ന് വേർപെടുത്തുക, അല്ലെങ്കിൽ ആ ബാധ ഭൂതപ്രേത പിശാചുക്കളെ വേർപെടുത്തുക എന്നുള്ളതാണ്. പലതരത്തിലാണ് ആഭിചാര കർമാദികൾ ചെയ്യുന്നത്. അതിലെ ഏറ്റവും നാശകരമായിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ആഭിചാര കർമ്മമാണ് ശ്മശാനത്തിലെ ഭസ്മം ധൂളിപ്രയോഗം ചെയ്യുക വസിക്കുന്ന വസ്തുവിൽ. പിന്നെയോ അടുത്ത പ്രയോഗം ഉച്ചാടന മന്ത്രം കൊണ്ട് തകിടിടുക. കുപ്പിയിലോ ചെമ്പുപാത്രത്തിലോ വെള്ളം നിറച്ചിട്ട് അതിൽ ചെമ്പോലയിൽ ഉച്ചാടനം എഴുതി കുഴിച്ചിടുക. അങ്ങനെ നൂറുകണക്കിന് ആഭിചാര ക്രിയ പറയുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഉച്ചാടനം ചെയ്ത് കുഴിച്ചിടുക, നശിപ്പിച്ച് നാറാണക്കല്ല് പറിക്കുക എന്ന് നമ്മൾ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടു. അപ്പം ഇങ്ങനെയുള്ള ബാധകൾ നമ്മളുടെ ഭൂമി സംബന്ധമായും നമ്മുടെ ഗൃഹത്തിലും അധിവസിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയധികം ക്ലേശതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ചിന്തകൾ വളരെയധികം മോശമായ ഒരു അവസ്ഥയിലേക്ക് ഏകാന്തത അനുഭവിച്ചുകൊണ്ട് ചിന്തകൾ തന്നെ പല വഴിക്ക് സഞ്ചരിച്ച് നമുക്ക് ഒന്നും എത്താത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ഒടുവിൽ നമ്മൾ മനോവിഭ്രാന്തി എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ആഭിചാര കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ആ ഭൂമി വിട്ടു പോവുക, ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഇത് ചെയ്തയാൾക്ക് അയാളുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ച് അയാൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മഹാ ആഭിചാര കർമ്മത്തിലൂടെ ചെയ്യുന്നയാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മൾ അറിയാൻ മേലാതെ പോകുന്ന ചില ജ്യോത്സ്യരുടെയൊക്കെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗണക സമ്പ്രദായത്തിലുള്ള ജ്യോതിഷ വിധിപ്രകാരമൊക്കെ നമ്മളിതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിന് പലതരത്തിലുള്ള ക്രിയാപദ്ധതികളുണ്ട്. മഹാദേവ പൂജയുണ്ട്, മൃത്യുഞ്ജയ ഹോമമുണ്ട്, പ്രത്യങ്കിരി ഹോമമുണ്ട്, മഹാസുദർശനമുണ്ട്, സായുജ്യ പൂജ ചെയ്ത് മഹാസുദർശനം നടത്തുക, അനവധി കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഒരുപാട് ഭാരിച്ച ചിലവുകൾ വരും. ഏകദേശം 1,00,000 രൂപയോളമൊക്കെ അടുത്ത് വരും. ഈ സായുജ്യ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂജാതി കർമ്മങ്ങളുടെ സാമഗ്രികളും ദക്ഷിണ ഉൾപ്പെടെ ബാക്കിയൊക്കെ അനുബന്ധമായി നോക്കുന്ന സമയത്ത് 1,50,000 രൂപ വില വരും. 1,50,000 രൂപയോളം നമുക്ക് ചിലവ് വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം മാറ്റുവാനും അതിഘോരമായിരിക്കുന്ന സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ആഭിചാരമേറ്റ വീട്ടിൽ വെച്ച് ലളിതമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ ഈ ആഭിചാരമേറ്റിട്ടുള്ള വീട്ടിലെ മുഴുവൻ പ്രേതാത്മാക്കളെയും ബാധയെയും നെഗറ്റീവായിരിക്കുന്ന എനർജിയെയും ചെങ്കുരുതിയിലും കരിങ്കുരുതിയിലേക്ക് ആവാഹിച്ച് അവിടെ എന്താണോ ഏത് തരത്തിലുള്ള ബാധയാണോ ആ ബാധയെ അതാത് തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചില ഘോരമായിരിക്കുന്ന ബാധകളിലെ തേരെന്ന വൃക്ഷത്തിലേക്ക് തേരേറ്റുക എന്ന് പറയുന്നത്, തേരേറ്റി വിടും. പിന്നെ തിരിച്ചു നോക്കാതെ നമ്മൾ തേരേറ്റുന്ന ആൾ നടന്നു പോകുന്ന പദ്ധതി ഒന്ന്. അതുപോലെ അനവധി കാര്യങ്ങൾ വളരെ ലളിതമാകുന്ന രീതിയിൽ ചെയ്ത് ഫലസിദ്ധി അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇനിയും അനവധി കാര്യങ്ങളുമായി വരും ദിവസങ്ങളിൽ മാന്യ പ്രേക്ഷകർക്ക് മുന്നിൽ ദുരിതവ്യാധി നിവാരണാർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പരിഹാരങ്ങളും മാർഗങ്ങളും നിർദ്ദേശിക്കുന്നതായിരിക്കും. സർവ ദുരിത വ്യാകുലതയും രോഗങ്ങളും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവദോഷ നിവാരണാർത്ഥവും വരുത്തട്ടെ. കരിനീലിയമ്മയും സകല പടിമാന മക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓം ഹര ഈ നമ ശ്രീ ഗുരു പാദുകാം പൂജയാമി.